തന്ത്ര ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു നിഗൂഢത തോന്നാറില്ലേ? എന്നാൽ ഇന്ന് ഡോക്ടർ ഡേവിഡ് ഫ്രോളിയുടെ പഠനങ്ങളെ അടിസ്ഥാനമാക്കി ഈ പുരാതന ജ്ഞാനത്തിന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. തന്ത്ര എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നതെന്താണ്? പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല അതിന്റെ യഥാർത്ഥ രൂപം. അപ്പോ തന്ത്രയുടെ ആഴങ്ങളിലേക്ക് പോകുന്നതിനു മുൻപ് ഇതിനെപ്പറ്റിയുള്ള ചില പൊതുവായ തെറ്റിദ്ധാരണകൾ നമുക്കൊന്ന് മാറ്റിവെക്കാം. പലപ്പോഴും പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്ത് തന്ത്ര എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഓർമ്മ വരുന്നത് ചില പ്രത്യേക ലൈംഗിക രീതികളാണ്, അല്ലെങ്കിൽ ഒരുതരം ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി, അതുമല്ലെങ്കിൽ എന്തൊക്കെയോ വിചിത്രമായ ആചാരങ്ങൾ. ഇതൊക്കെയാണ് പൊതുവെയുള്ള ധാരണ. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തന്ത്ര എന്ന വലിയൊരു പാരമ്പര്യത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അതും പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടൊരു ഭാഗം. വെറുതെ കുറച്ച് യോഗാസനങ്ങൾ കണ്ടിട്ട് അതാണ് യോഗയുടെ എല്ലാം എന്ന് പറയുന്നത് പോലെയാണിത്. അപ്പോ ശരിക്കും എന്താണ് തന്ത്ര? ഡോക്ടർ ഫ്രോളിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഇത് ആത്മീയ പാതയിലേക്കുള്ള വളരെ ഊർജ്ജസ്വലമായ ഒരു സമീപനമാണ്. അതായത് നമ്മുടെ ഉള്ളിലെയും പ്രപഞ്ചത്തിലെയും ഊർജ്ജത്തെ ഉപയോഗിച്ചുള്ള ഒരു സാധന. അപ്പോൾ നമുക്ക് തന്ത്രം എന്താണെന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. ഇത് വെറും ആചാരങ്ങൾക്കപ്പുറം ഒരു കംപ്ലീറ്റ് ആത്മീയ ശാസ്ത്രമാണ്. ലളിതമായിട്ട് പറഞ്ഞാല് തന്ത്ര ഒരു സ്പിരിച്വൽ സയൻസാണ്. ഇതിന്റെ ലക്ഷ്യം സാധാരണ സുഖങ്ങൾ നേടുക എന്നതല്ല, മറിച്ച് ആത്മസാക്ഷാത്കാരം നേടുക എന്നതാണ്. അതിനായി നമ്മുടെ ശരീരത്തിലെയും ഈ പ്രപഞ്ചത്തിലെയും ഊർജ്ജങ്ങളെ മന്ത്രങ്ങളിലൂടെയും ധ്യാനത്തിലൂടെയുമൊക്കെ ഉപയോഗിക്കുന്നു. ഇവിടെ ശരീരത്തെ കാണുന്നത് തന്നെ ഒരു ഭോഗവസ്തുവായിട്ടല്ല, മറിച്ച് ദൈവീകമായ ചൈതന്യം കുടികൊള്ളുന്ന ഒരു പവിത്രമായ ക്ഷേത്രമായിട്ടാണ്. തന്ത്രയിൽ തന്നെ പ്രധാനമായും 2 വഴികളുണ്ട്. ഒന്ന് ദക്ഷിണാചാരം, അതായത് വലത് കൈപാത. ഇത് ധ്യാനം, ഭക്തി, അച്ചടക്കം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. പിന്നെ വാമാചാരം അഥവാ ഇടത് കൈപാത. ഇതാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. കെട്ടുപാടുകളെ മറികടക്കാൻ ചിലപ്പോൾ അസാധാരണമായ രീതികൾ ഇതിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അവയിൽ പലതും പ്രതീകാത്മകമാണ്. ഇനി നമുക്ക് തന്ത്രയുടെ ഹൃദയത്തിലേക്ക് വരാം. അതാണ് ദേവി ഉപാസന, അതായത് ദൈവികമായ സ്ത്രീത്വത്തിന്റെ ആരാധന. ശരിക്കും പറഞ്ഞാല് തന്ത്രയുടെ കേന്ദ്രബിന്ദു, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് പരാശക്തിയായ അമ്മയുടെ ആരാധനയാണ്. ഇത് വെറുമൊരു ആരാധനയല്ല, പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ശക്തിയെ തിരിച്ചറിയലാണ്. ഈ കോസ്മിക് ഫെമിനിൻ ഫോഴ്സിനെയാണ് ശക്തി എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് നിലനിർത്തുന്ന ആ സർഗാത്മകമായ ഊർജം, ആ ചൈതന്യം, അതാണ് ദൈവിക മാതാവ്. ഇപ്പോ ഈ കാണുന്ന ശ്രീയന്ത്രം, ഇത് വെറും ഒരു ചിത്രമല്ല. ഇത് ദേവിയുടെ ആ ദൈവിക ഊർജവുമായി കണക്ട് ചെയ്യാനുള്ള ഒരു ടൂളാണ്. ധ്യാനത്തിനൊക്കെ ഉപയോഗിക്കുന്ന പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു ജ്യാമിതീയ രൂപമാണിത്. അപ്പോ ഈ ഒരൊറ്റ പ്രപഞ്ചശക്തിക്ക് പല പല ഭാവങ്ങളുണ്ട്. ആ ജ്ഞാനദേവിമാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ദൈവിക ശക്തിക്ക് 10 പ്രധാന ഭാവങ്ങളുണ്ട്. അതിനെയാണ് ദശമഹാവിദ്യകൾ, അതായത് 10 ഗ്രേറ്റ് വിസ്ഡം ഗോഡസസ് എന്ന് പറയുന്നത്. ഓരോ ദേവിയും പ്രപഞ്ചത്തിന്റെ ഓരോ വലിയ സത്യമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്കതില് ചിലരെ നോക്കാം. ആദ്യം തന്നെ കാളി. ആ രൂപം കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഭയം തോന്നാം, അല്ലേ? പക്ഷെ കാളി യോഗപരമായ പരിവർത്തനത്തിന്റെ ദേവിയാണ്. നമ്മുടെ അഹംഭാവത്തെ ഇല്ലാതാക്കി ഒരു പുതിയ ആത്മീയ തലത്തിലേക്ക് നമ്മളെ ഉയർത്തുന്ന ശക്തിയാണ് കാളിയുടേത്. അടുത്തത് താര, രക്ഷിക്കുന്നവൾ, വിമോചക. നമ്മുടെ ജീവിതത്തിലെ ദുരിതക്കടലിൽ നിന്ന് നമ്മളെ കരകയറ്റാൻ സഹായിക്കുന്ന വാക്കിന്റെയും അനുകമ്പയുടെയും ശക്തിയാണ് താര. പിന്നെ ത്രിപുരസുന്ദരി, പേരുപോലെ തന്നെ 3 ലോകങ്ങളുടെയും സൗന്ദര്യം. പ്രപഞ്ചത്തിന്റെ ആത്യന്തികമായ സൗന്ദര്യത്തെയും ആനന്ദത്തെയും സ്നേഹത്തെയുമാണ് ദേവി പ്രതിനിധീകരിക്കുന്നത്. അപ്പോ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ എന്താണ് ഈ പരിവർത്തനത്തിലേക്കുള്ള പാതയുടെ യഥാർത്ഥ ലക്ഷ്യം? അപ്പോ നമ്മൾ ആദ്യം കേട്ട തെറ്റിദ്ധാരണകളിൽ നിന്ന് മാറി ചിന്തിച്ചാൽ തന്ത്രയുടെ യഥാർത്ഥ ലക്ഷ്യം ഇതൊക്കെയാണ്. എല്ലാത്തിലും ആ ദൈവീകത്വം കാണുക, നമ്മുടെ ബോധത്തെ പരിവർത്തനം ചെയ്യുക, അവസാനം ദേവിയുടെ കൃപയോടെ ആത്മസാക്ഷാത്കാരം നേടുക. അതായത് ചുരുക്കി പറഞ്ഞാല് നമ്മുടെ ചുറ്റുമുള്ള ഈ പ്രപഞ്ചം മുഴുവൻ ആ പരാശക്തിയുടെ, ആ ഡിവൈൻ മദറിന്റെ ഒരു രൂപമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ് തന്ത്ര. അതെ, തന്ത്രയുടെ താക്കോൽ ദേവിയാണ്. അപ്പൊ ഒരു ചോദ്യം, നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഏത് അറിവായിരിക്കും ദേവി നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരിക? ഒന്ന് ചിന്തിച്ചു നോക്കൂ.